10 വർഷം നീണ്ട 10 വർഷം സമാനതകളില്ലാത്ത വികസനമാണ് സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന LDF സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു മനുഷ്യൻ്റെ സമ്മതിദാന അവകാശം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ്റെ സമ്മതിദാന അവകാശം അവൻ അവിടുത്തെ നേതൃത്വത്തിന് വേണ്ടി, ഭരണാധികാരിക്ക് വേണ്ടി അവൻ സമ്മതമായി അവകാശത്തെ നൽകുക എന്നുള്ളതാണ് ഞാൻ അനുമാനിക്കുന്ന കാര്യം. അവൻ്റെ കുടുംബത്തെയും അവൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെയും വർദ്ധിപ്പിച്ചുകൊണ്ട് അവൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാനും അവൻ്റെ വിദ്യാഭ്യാസം, അതുപോലുള്ള കുടിവെള്ളം, ആരോഗ്യം തുടങ്ങിയുള്ള സർവതല സ്പർശിയായുള്ള വികസനം സാക്ഷാത്കരിക്കുന്ന ഒരു സർക്കാരിന് കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണ് നിങ്ങളുടെ സമ്മതിദാന അവകാശം. അതൊരു ജാതിക്കോ ഒരു മതത്തിനോ ഒരു സംഘടനയ്ക്കോ അടിയറവ് വയ്ക്കാനുള്ളതല്ല ഈ സമ്മതിദാന അവകാശം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വീക്ഷണമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തട്ടിൽ എത്തേണ്ടത്. നമുക്ക് മനസ്സിലാക്കാം, മാർക്സിസം മണ്ണും മനുഷ്യനെയും സ്നേഹിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മണ്ണും മനുഷ്യനുമായുള്ള തീവ്രമായ ബന്ധം, അതാണ് മനുഷ്യ ജീവിതത്തിൽ സാധ്യമാവേണ്ടത്. അവൻ്റെ കാർഷിക വൃത്തി, അവൻ സ്വയം പര്യാപ്തത വരുന്നതുവരെയുള്ള പ്രവർത്തനങ്ങൾ സജ്ജമാക്കുന്ന ഒരു സർക്കാരിനെ പിന്താങ്ങുക എന്നുള്ളതാണ് വലിയ കർത്തവ്യം. നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഗുരുവായൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ ഭയാനകമായ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാനത് പറയുന്നത് ഒരു ബോംബ് വർഷിക്കുന്നതിനേക്കാൾ തീവ്രതയുണ്ട്. അണുബോംബും ആറ്റം ബോംബും വർഷിക്കുന്നതിനേക്കാൾ ഒരു സാമൂഹ്യ ദ്രോഹിയായി ഗോപാലകൃഷ്ണന്മാരായിരിക്കും CP, നമ്മുടെ BJPയുടെ അവിടുത്തെ നേതാവ്. അന്തിച്ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വാദോരാതെ പ്രസംഗിക്കുന്ന, തീവ്രവാദ സമീപനം സ്വീകരിക്കുന്ന ഗോപാലകൃഷ്ണൻ അവിടുത്തെ സ്ഥാനാർത്ഥി, NDAയുടെ സ്ഥാനാർത്ഥി, കഴിഞ്ഞ ദിവസം എന്താണ് പറഞ്ഞത്? ദൃശ്യമാധ്യമങ്ങളിലൂടെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഗുരുവായൂർ എന്ന് പറയുന്ന അമ്പലത്തിൽ, ആ മണ്ഡലത്തിൽ ഒരു ഹിന്ദു നിയമസഭയിലേക്ക് പോയിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയല്ലേ? അങ്ങനെയാണ് സൂചിപ്പിച്ചത്. അതിൻ്റെ അർത്ഥം എന്താണ്? കഴിഞ്ഞ പ്രാവശ്യം ആ നിയമസഭയുമായി ബന്ധപ്പെട്ട് വിജയിച്ചു വന്ന സ്ഥാനാർത്ഥിയുടെ ജാതിയും മതവും അളക്കലാണ് ഈ ഗോപാലകൃഷ്ണന്റെ തെമ്മാടിത്തരം പിടിച്ച പണി. ഇത് നമുക്ക് അനുവദിക്കാൻ പറ്റുമോ? ഈ രാജ്യത്തിൻ്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യവും സമത്വവും കാത്തു സൂക്ഷിക്കത്തക്ക രീതിയിൽ, അവൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കത്തക്ക രീതിയിൽ ഈ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന ഡോക്ടർ അംബേദ്കറിൻ്റെ കീഴിൽ ഭരണസമിതി എടുത്തുകൊണ്ട് വിഭാവനം ചെയ്തിരിക്കുന്ന ആ അടിസ്ഥാനപരമായ തത്വങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ ഗോപാലകൃഷ്ണൻ സംസാരിക്കുന്നത്. തികഞ്ഞ ലംഘനമാണ്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ തികഞ്ഞ ലംഘനമാണ്. അതിനെതിരെ അവിടുത്തെ പോലീസ്, ഗുരുവായൂർ പോലീസ് അതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട്. നാം മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ. അതിനെതിരെ ഇന്നും ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചിട്ടുണ്ട്. എന്താണ് കുഴപ്പം? അങ്ങനെ സംസാരിച്ചാൽ എന്താണ് കുഴപ്പം? അപ്പം മതവികാരം, ജാതി വികാരം ഇളക്കി പിടിച്ചുകൊണ്ട് ഭൂരിപക്ഷം വരുന്ന 45% ആ പ്രദേശത്ത് വരുന്ന ഹിന്ദുക്കളുടെ വോട്ട് സമാഹരിക്കുക എന്ന ജോലിയാണ്. മറിച്ച് സുരേഷ് ഗോപിയുടെ ജോലി എന്താണ്? തൃശ്ശൂർ ഗുരുവായൂർ സംരക്ഷിക്കാൻ വേണ്ടി നാളിതുവരെ എന്തെങ്കിലും കാലണ പൈസ അയാൾ ചെലവാക്കിയിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ഹിന്ദുക്കളുടെ വോട്ട് സമാഹരിക്കുവാനും ക്രിസ്ത്യൻ വിഭാഗത്തിനെ സന്തോഷിപ്പിക്കുവാനും വേണ്ടി ചെമ്പ് കിരീടം നൽകിയ മോനാണ്. സ്വർണ്ണ കിരീടം എന്ന് പറഞ്ഞ് ചെമ്പ് കിരീടം, പിത്തളയിൽ തീർത്ത കിരീടം പൂശി നൽകിയ മകനാണ് അവിടെ സുരേഷ് ഗോപി. നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ നാണയത്തിന്റെ 2 വശങ്ങളായി പ്രവർത്തിക്കുന്ന കോൺഗ്രസും BJP. ഇത് നാം മനസ്സിലാക്കിയില്ലെങ്കിൽ കേരളത്തിന്റെ ഐക്യം തകർക്കും. കേരളത്തിന്റെ ഐക്യം തകർന്നാൽ, മതനിരപേക്ഷത തകർന്നാൽ
കേരളം ഇന്ന് കാണുന്ന കേരളമാകില്ല. ഞാൻ വികസനത്തിന്റെ കാര്യം സൂചിപ്പിച്ചത് എങ്ങനെയെങ്കിലും 2 വോട്ട് നേടി അവിടെ വിജയിക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമാണ് അവർ ചെയ്തത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ രാജ്യത്തിന്റെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുമ്പോൾ എൻ്റെ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങളെയും എൻ്റെ സംരക്ഷണയും ഞാൻ ഇതാ ഭരണാധികാരിക്ക് തന്നുകൊണ്ട് ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരിക്ക് തരുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കുവാൻ വേണ്ടി നിൽക്കുന്നവരാണെന്നാണ് ഈ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുന്ന ഓരോ വ്യക്തിയുടെയും മനസ്സിലുണ്ടാകേണ്ടത്. പിണറായി വിജയൻ നോക്കൂ, വളരെ വ്യക്തമായി ഞാൻ മറ്റ് വികസന കാര്യങ്ങളെ പറ്റി സാറിനോട് സംസാരിക്കും. എന്നും കേട്ടതുകൊണ്ട് നിങ്ങൾ പറയും എന്നും വികസന കാര്യം പറയുന്നു. അതൊക്കെ സംസാരിക്കുന്ന നമ്മുടെ കുടുംബയോഗങ്ങളിൽ കേൾക്കാം. പക്ഷേ പിണറായി വിജയൻ കടന്നു വന്ന വഴികൾ നാം മനസ്സിലാക്കണം. കടന്നു വന്ന വഴികൾ വളരെ 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 കഷ്ടപ്പെട്ട വഴികളായിരുന്നു. പഴയ കാലത്ത് നമ്മുടെ മുമ്പേ 1919-20 കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് ആധിപത്യം, അതായത് കമ്മ്യൂണിസ്റ്റ് ചെറിയ ഗ്രൂപ്പുകളായി കേരളത്തിൽ ഉണ്ടായിരുന്നപ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്, അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉണ്ടായ സമര, 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഉണ്ടായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് തൊഴിലില്ലായ്മയും മറ്റു ദാരിദ്ര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്ന കാലത്ത് തൊഴിലാളികൾ ഒന്നടങ്കം ചേർന്നുകൊണ്ട്, ബോംബെയിലെ മിൽ തൊഴിലാളികൾ ഒന്നടങ്കം ചേർന്നുകൊണ്ട് ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി ചേർന്നുകൊണ്ടാണ് നമ്മുടെ നാട്ടിലും ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തത്. അത് വളരെ ഗൗരവത്തിൽ ആഴത്തിൽ പഠിച്ചുകൊണ്ട് ഇത്രയും തീക്ഷ്ണമായി 10 വർഷക്കാലവും അത് കഴിഞ്ഞു വരുന്ന വികസന നേട്ടങ്ങളെക്കുറിച്ചും അതിൻ്റെ രൂപരേഖ തയ്യാറാക്കുവാനും ഇത്ര സെൻസുള്ള ഒരു ഭരണാധികാരിയെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ വളരെ സ്നേഹിക്കുന്നു, നിങ്ങളും സ്നേഹിക്കും. സാധാരണഗതിയിലല്ല, ഓരോ വാക്കുകളും പറയുന്നതിൽ ആഴത്തിൽ അതിൻ്റെ അർത്ഥം കാണും. ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാലും അതിന് ഒരർത്ഥമുണ്ടാകും. നരേന്ദ്രമോദി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. മൻ കി ബാത്ത് ഇങ്ങോട്ട് കേട്ടോളൂ, അങ്ങോട്ട് മറുപടി ഒന്നും ചോദിക്കരുത് എന്ന് വെച്ചാൽ റേഡിയോ ഓൺ ചെയ്ത് വയ്ക്കും, അത് ഇങ്ങോട്ട് കേട്ടോളൂ, അങ്ങോട്ട് നമുക്ക് ചോദ്യമൊന്നും ചോദിക്കാൻ പറ്റില്ല, ചോദിച്ചോട്ട് പറയുകയില്ല, അതിനുള്ള ജ്ഞാനമില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ, ഇന്ത്യയിൽ വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കുക, കേരളം എന്ന പച്ചത്തുരുത്തുള്ള നമ്മുടെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നു, എല്ലാ ടിവികളെ വിളിക്കുന്നു, ഏതൊട്ട് റിസൾട്ട് വരെയുള്ള ടിവികളെ വിളിച്ചു വാർത്താ സമ്മേളനം നടത്തുന്നു. നമുക്ക് മുന്നേറാം, എനിക്ക് മുന്നേറാമെന്നോ എനിക്ക് അധികാരം വേണമെന്നോ നമുക്ക് തങ്ങളിലടിക്കാമെന്നൊന്നല്ല, നമുക്ക് മുന്നേറാം. ഇനിയും തുടരണം ഭരണം, ഇനിയും തുടരണം, നമുക്ക് മുന്നേറാം. എങ്ങനെയാണ് മുന്നേറുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുക, വിവരസാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിന്റെ വികസനം സാധ്യമാക്കുന്ന പുത്തൻ പ്രോജക്റ്റുകൾ രാജ്യത്തിന് സംഭാവന ചെയ്യുക. അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ചതിന് ശേഷം ഗ്രാമാന്തരങ്ങളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, ചെറിയ ഗ്രൂപ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് അതൊരു വിടക്കീഴിൽ കൊണ്ടുവന്ന് അതുമായി ബന്ധപ്പെട്ട് അവരുടെ അടിസ്ഥാന സൗകര്യവും മൂലധനവും വർദ്ധിപ്പിച്ചുകൊണ്ട് അവിടുത്തെ GDP വർദ്ധിപ്പിക്കുക എന്നുള്ള ഏറ്റവും വലിയ ദൗത്യമാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത്. ഭരണാധികാരി എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കണം. അല്ലാതെ VD സതീശനെ പോലെ അധികാരത്തിന് വേണ്ടി രാവിലെ ഒന്ന് പറയുക, വൈകുന്നേരം വേറെ ഒന്ന് പറയുക, നുണപ്രചരണം നടത്തുക. ഗീബൽസ് എന്ന് പറഞ്ഞ ഒരു ആളുണ്ട്, നിങ്ങൾക്കറിയാം, ഗീബൽസ്യൻ സിദ്ധാന്തം. എന്താണ് ഗീബൽസ്യൻ സിദ്ധാന്തം? രാജ്യത്ത് നുണ പ്രചരിപ്പിക്കുക. അന്ന് ഉണ്ടായിരുന്ന ഹിറ്റ്ലർ ഭരിച്ചിരുന്ന, സ്വച്ഛാധിപതിയായ ഹിറ്റ്ലർ ഭരിച്ചിരുന്ന ഭരണാധികാരി ആ സഭയിലെ അംഗമായിരുന്നു ഞാൻ പറഞ്ഞ ഗീബൽസ്. അതൊരു സിദ്ധാന്തമായി തന്നെ ഇറക്കിയിട്ടുണ്ട്. ഗീബൽസ്യൻ സിദ്ധാന്തം എന്ന് പറഞ്ഞാണ് അതിനെവിടെ ഇറക്കിയിട്ടുള്ളത്. നമ്മുടെ പ്രിയങ്കരനായ സാരഥി, നമ്മുടെ പാറശാലയുടെ സ്നേഹ സ്പർശനം ഇവിടെ എത്തിയിട്ടുണ്ട്.
അദ്ദേഹത്തിന് മറ്റു പരിപാടികളിൽ പങ്കെടുക്കുന്നതിനുള്ളത് കൊണ്ട് സാവ് 2 വാക്ക് സംസാരിച്ചതിന് ശേഷം ഞാൻ ബാക്കി തുടരാം. അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഏപ്രിൽ 9-നാണ് പോളിംഗ് ബൂത്തിലേക്ക് നാം എത്തേണ്ടത്. മെയ് 4-ന് റിസൾട്ട് വരും. തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരും. ജനവിധി അറിയാം. തുടർന്ന് കേരളത്തിൽ ഗവൺമെൻറ് വേണം. കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച ഇടതുപക്ഷ മുന്നണി കേരളത്തിൽ വരും. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ 10 വർഷം കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ രംഗത്തും സാമൂഹ്യക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് ഈ ഗവൺമെൻറ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ കൺമുന്നിലുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ട്. ഞാൻ ഇനി പറയുന്നു, 10 വർഷവും ഈ മണ്ഡലത്തിൽ തന്നെ ഞാൻ ഉണ്ടായിരുന്നു. അപൂർവം ഗവൺമെൻറ് നിയമസഭയുടെ ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടി ഈ സംസ്ഥാനത്ത് പോവുകയോ ഒക്കെ ചെയ്തിട്ട് 4-5 ദിവസം മാറി നിന്നോട് വിളിച്ചാൽ ഈ മണ്ഡലത്തിൻ്റെ പൊതുവികസനത്തിന് വേണ്ടി ഈ മണ്ഡലത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ചോദ്യങ്ങളിൽ പരമാവധി പങ്കെടുക്കാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. വളരെ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞതാണ് എനിക്ക് ഉണ്ടായിട്ടുള്ള നേട്ടം. ഞാൻ നടത്തിയ പ്രവർത്തനങ്ങൾ മുഴുവൻ നിങ്ങളുടെ പിന്തുണയോടുകൂടിയാണ്. നിങ്ങളാണ് എൻ്റെ കരുത്ത്. നിങ്ങളിൽ നിന്ന് ആർജിച്ച വീര്യം കൊണ്ടുകൊണ്ടാണ് ആത്മവിശ്വാസത്തോടുകൂടി കഴിഞ്ഞ 10 വർഷം ഈ മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രയോഗിച്ചത്. അത് തുടരും. നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ കേരള നിയമസഭയിലെത്താൻ അനുഗ്രഹിച്ചാൽ ഈ നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി, ജനക്ഷേമ പദ്ധതികൾ കൊണ്ടുവരുന്നതിന് വേണ്ടി, പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ഗവൺമെൻറ് കേരളത്തിൽ രൂപപ്പെടുമ്പോൾ പാറശാല നിയമസഭയിൽ നിന്ന് എനിക്ക് കൂടെ ആ നിയമസഭയിൽ പങ്കാളിത്തം നൽകിയ ആ ഗവൺമെൻറ് പിന്തുണയ്ക്കാൻ ഞാൻ നിയമസഭയിൽ ഉണ്ടാവും. ജനപക്ഷത്തിന് വേണ്ടി നിയമസഭയ്ക്കകത്ത് പോരാടും, പുറത്തും പോരാടും എന്ന ഉറപ്പ് മാത്രമാണ് നിങ്ങൾക്ക് നൽകാനുള്ളത്. എന്ന ചിഹ്നം അരിവാളും ചുറ്റികയും നക്ഷത്രവുമാണ്. വോട്ട് രേഖപ്പെടുത്തിച്ചും അതിനുവേണ്ടി പ്രേരിപ്പിച്ചും ജനങ്ങളെ അണിനിരത്തി മുന്നേറാനും വിജയം കൈവരിക്കാനും കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഭാവുകളും നേർന്ന് ആത്മവിശ്വാസം വെളിയാതെ ഈ പ്രവർത്തനത്തിൽ, ഈ പോരാട്ടത്തിൽ നിങ്ങൾ ഏവരും പങ്കെടുക്കണമെന്ന് കൂടെ അഭ്യർത്ഥിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദ്യം. പ്രിയമുള്ളവരെ,